വാർത്തകൾ വിശദമായി നോക്കുമ്പോൾ പാലക്കാട് നടുക്കിയ അപകട വാർത്തയിലേക്ക് തന്നെയാണ് ആദ്യം പോകുന്നത്. പാലക്കാട് പനയമ്പാടത്ത് വാഹനാപകടത്തിൽ മരിച്ച വിദ്യാർത്ഥികൾക്ക് വിട ചൊല്ലാനൊരുങ്ങി നാട്. കരിമ്പ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളായ ആയിഷ, റിദ ഫാത്തിമ, ഇർഫാന ഷെറിൻ, നിദ ഫാത്തിമ എന്നിവരാണ് മൃതദേഹം കരിമ്പനക്കൽ ഓഡിറ്റോറിയത്തിൽ പൊതുദർശനത്തിന് വെക്കും. തുപ്പനാട് ജുമാ മസ്ജിദിൽ 10:30യോടെയാണ് ഖബറടക്കം. അതേസമയം റോഡിലെ പ്രശ്ന പരിഹാരത്തിന് കളക്ടറുടെ അധ്യക്ഷതയിലുള്ള ചർച്ച ഇന്നുണ്ടാകും. വിവരങ്ങളുമായി അതുല്യ രാമചന്ദ്രൻ ചെയ്യുന്നുണ്ട്. അതുല്യ, കണ്ണീരോടെ വിട നൽകാൻ ഒരുങ്ങുകയാണ് നാട്. 4 വിദ്യാർത്ഥികളാണ് ഇന്നലെ അപകടത്തിൽ മരിച്ചത്. ഇപ്പോൾ പൊതുദർശനം പുരോഗമിക്കുകയാണ്. കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ്? അതിന് പാലക്കാട് കരിമ്പ പഞ്ചായത്തിൽ ഉള്ള ഈ ഒരു പനയമ്പാടം സ്ഥിരമായി അപകടങ്ങൾ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ വൈകിട്ട് പ്രത്യേകിച്ചും സ്കൂൾ വിട്ട് പൊതുവെ കുട്ടികളൊക്കെ പോകുന്ന ആ ഒരു തിരക്കേറിയ സമയത്ത് വലിയ രീതിയിലുള്ള ആ ഒരു ട്രാഫിക് കൂടി ഉള്ള സമയത്ത് ഇത്തരത്തിലുള്ള അപകടങ്ങൾ ഇവിടെ പതിവായി നടക്കാറുണ്ട്. അത്തരത്തിലൊരു അപകടം തന്നെയാണ് ഇപ്പോൾ ഈ 4 വിദ്യാർത്ഥിനികളുടെ മരണത്തിനും വഴിവെച്ചിട്ടുള്ളത്. വൈകുന്നേരം പരീക്ഷ കഴിഞ്ഞ് ക്രിസ്മസ് പരീക്ഷകൾ നടക്കുന്ന സമയമാണ്. അപ്പോൾ വൈകിട്ട് പരീക്ഷകൾ കഴിഞ്ഞ് വീട്ടിലേക്ക് നടന്നു പോവുകയായിരുന്ന 4 കുട്ടികളാണ് ഈ അപകടത്തിൽപ്പെട്ടത്. ആദ്യം പ്രാഥമിക വിവരങ്ങൾ പുറത്തു വരുമ്പോൾ ഇത്തരത്തിൽ ഇവിടെ 5 കുട്ടികളാണ് ഈ ഒരു അപകടത്തിൽ പെട്ടത്. ലോറിക്കടിയിൽ 5 പെൺകുട്ടികളുണ്ട് എന്നായിരുന്നു പറഞ്ഞിരുന്നത്. ഇതേ തുടർന്ന് രക്ഷാപ്രവർത്തനം എത്തിയ നാട്ടുകാരും മറ്റും ഇതിനിടയിൽ 4 കുട്ടികൾ അല്ലെങ്കിൽ 5 പെൺകുട്ടികൾ കുടുങ്ങിക്കിടക്കുന്നുണ്ട് എന്ന് പറഞ്ഞതിനെ തുടർന്ന് ക്രെയിൻ ഉപയോഗിച്ച് ഈ ലോറി പൊക്കിയെടുത്താണ് ഈ പെൺകുട്ടികളെ പെൺകുട്ടികളെ പുറത്തെടുത്തത്. ഈ 4 പേരും സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചിരുന്നു എന്നാണ് പറയുന്നത്. ആദ്യഘട്ടത്തിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച പരിക്കേറ്റ 3 പേരുടെ നില അതീവ ഗുരുതരമാണ് എന്നായിരുന്നു പുറത്തു വന്ന വിവരം. എന്നാൽ ആ 3 പേരും മരിച്ചതായി സ്ഥിരീകരിക്കുകയും ഒപ്പം ഒരാൾ കൂടി മരിച്ചതായി ഒരു വിവരം പുറത്തു വരികയുമായിരുന്നു ഉണ്ടായിരുന്നത്. ഇത് കോഴിക്കോട് നിന്ന് പാലക്കാട്ടേക്ക് വരുന്ന ആ ഒരു റോഡാണ് ഈ ഭാഗം. അവിടെ പാലക്കാട്ടേക്ക് പോവുകയായിരുന്ന സിമൻറ്റ് കയറ്റി വരുന്ന ലോറി ആണ് മറിഞ്ഞത്. ആ ലോറി നമുക്ക് ദൃശ്യങ്ങളിൽ കാണാമായിരുന്നു. സിമൻറ്റ് ചാക്കുകളടക്കം ചിതറി വീണ് കിടക്കുന്നത്. ഈ ലോറിയിൽ നിന്ന് ലോറി ഒരു വശത്തേക്ക് ചെരിയുകയും വഴിയുടെ അരികിലൂടെ റോഡിൻ്റെ ഓരം ചേർന്ന് നടന്നു പോവുകയായിരുന്ന പെൺകുട്ടികളുടെ ദേഹത്തേക്ക് സിമൻറ്റ് ചാക്കുകളടക്കം മറിഞ്ഞ് വീഴുകയുമായിരുന്നു ഉണ്ടായിരുന്നത്. ഒരുപക്ഷെ നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത അല്ലെങ്കിൽ ഈ ഒരു രീതിയിലുള്ള അപകടം ഇതുവരെ കണ്ടിട്ടില്ല എന്ന് പറയേണ്ടിയിരിക്കുന്നു. വാഹനം ഇടിച്ച് അല്ലെങ്കിൽ എതിരെ വന്ന വാഹനം ഇടിച്ചതിനെല്ലാം അപ്പുറം പാലക്കാടേക്ക് പോവുകയായിരുന്ന മഹാരാഷ്ട്ര രജിസ്ട്രേഷനിലുള്ള ഒരു ലോറി ഈ വരുന്ന സിമൻറ്റ് കയറ്റി വരുന്ന ലോറിയിൽ ഇടിക്കുകയും അതോടുകൂടി സിമൻറ്റ് കയറ്റി വന്ന ലോറിയുടെ നിയന്ത്രണം നഷ്ടപ്പെട്ട് ആ ചെരിവിലെത്തിയപ്പോൾ ആ ലോറിക്ക് ആ വളവ് തിരിക്കാൻ കഴിയാതെ വരികയും അങ്ങനെ മറിയുകയുമായിരുന്നു. ഈ മറിഞ്ഞ സിമൻറ്റ് ലോറിയിലെ ഡ്രൈവറും ക്ലീനറും ആശുപത്രിയിലാണ്. ഇരുവർക്കും പരിക്കേറ്റിട്ടുണ്ടെങ്കിലും അവരുടെ പരിക്ക് ഗുരുതരമല്ല. അവരെ മദർ കെയർ ആശുപത്രിയിലാണ് പ്രവേശിപ്പിച്ചിട്ടുള്ളത്. ഇവരുടെ പ്രാഥമികമായ മൊഴി അനുസരിച്ച് റോഡിന് നല്ല തെന്നലുണ്ടായിരുന്നു എന്നും അതുകൊണ്ട് തന്നെ ബ്രേക്ക് ചവിട്ടിയപ്പോൾ ഇവിടെ കിട്ടിയില്ല. ബ്രേക്ക് ചവിട്ടിയപ്പോൾ കിട്ടാത്തതിനാൽ തന്നെ തെന്നി വീഴുകയുമായിരുന്നു എന്നായിരുന്നു ആദ്യഘട്ടത്തിൽ ഈ സിമൻറ്റ് കയറ്റി വന്ന ലോറിയിലെ ആളുകൾ നൽകിയ മൊഴി. എന്നാൽ പിന്നീടാണ് പോലീസ് നടത്തിയ പരിശോധനയിലാണ് മറ്റൊരു ലോറി ഇടിച്ചതാണ് എന്നുള്ള വിവരം വ്യക്തമായത്. അതോടൊപ്പം തന്നെ ഈ അപകടത്തിൽ നിന്ന് അത്ഭുതകരമായി തലനാരിടയ്ക്ക് രക്ഷപ്പെട്ട അജ്ന ഷെറിൻ എന്നിവർക്കൊപ്പം തന്നെയുള്ള മറ്റൊരു വിദ്യാർത്ഥിയുടെ കൂടി മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ മറ്റൊരു ലോറി ഇടിച്ചിട്ടുണ്ടായിരുന്നു എന്ന കാര്യം വ്യക്തമായത്. എന്തായാലും ഇപ്പോൾ ഈ ജില്ലാ ജനറൽ ആശുപത്രിയിലായിരുന്നു ഈ 4 പെൺകുട്ടികളുടെയും മൃതദേഹങ്ങൾ സൂക്ഷിച്ചിരുന്നത്. ഇന്നലെ രാത്രിയോടുകൂടി തന്നെ ഏതാണ്ട് പോസ്റ്റ്മോർട്ടം പൂർത്തിയായിട്ടുണ്ടായിരുന്നു 4 പെൺകുട്ടികളുടെയും. ഇപ്പോൾ അവരുടെ മൃതദേഹങ്ങൾ വീടുകളിലേക്ക് എത്തിച്ചു. രാവിലെ 5:30 തന്നെ പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ നിന്ന് 4 ആംബുലൻസുകളിലായി മൃതദേഹം അവരുടെ വീടുകളിലേക്ക് എത്തിക്കും എന്നാണ് അറിയിച്ചിരുന്നത്. കൃത്യമായി ആ ഒരു സമയത്ത് തന്നെ 4 ആംബുലൻസുകളിൽ പോലീസുകാരുടെയും അതുപോലെ തന്നെ ജനപ്രതിനിധികളുടെയും അകമ്പടിയോടെയാണ് അല്ലെങ്കിൽ അവരുടെ സാന്നിധ്യത്തിലാണ് ഈ 4 വിദ്യാർത്ഥികളുടെയും മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകിയത്. ഏതാണ്ട് 6 മണിയോടുകൂടി തന്നെ
4 പേരുടെയും മൃതദേഹങ്ങൾ അവരുടെ വീടുകളിൽ എത്തിച്ചിരുന്നു. പനയമ്പാടത്ത് തന്നെ അടുത്തടുത്തായാണ് 4 പേരുടെയും വീടുകളുള്ളത്. ഈ അപകടം നടന്ന സ്ഥലത്ത് നിന്ന് ഏതാണ്ട് 100-150 മീറ്റർ കൂടി സഞ്ചരിച്ചാൽ ഈ പെൺകുട്ടികളുടെ വീടുകളിലേക്ക് എത്താമായിരുന്നു എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും വിഷമകരമായ മറ്റൊരു വസ്തുത. ഒരു മീറ്ററുകളുടെ അല്ലെങ്കിൽ ഒരു 100-150 മീറ്ററുകളുടെ വ്യത്യാസത്തിലാണ് 4 പെൺകുട്ടികൾക്ക് ജീവൻ നഷ്ടമായത്. 4 പേരും ഉറ്റ കൂട്ടുകാരാണ്, അടുത്തടുത്ത വീടുകളിലുള്ള ആളുകളാണ്. അതുകൊണ്ട് തന്നെ ഇവർ പലപ്പോഴും അവധി ദിവസങ്ങളിൽ പോലും ഒരുമിച്ചുള്ള 4 പേരാണ് ഇപ്പോൾ ഒന്നിച്ച ഈ ഭൂമിയിൽ നിന്ന് മടങ്ങുന്നത് എന്ന് പറയേണ്ടിയിരിക്കുന്നു. 4 വിദ്യാർത്ഥികളുടെയും ഖബറടക്കം ഇന്ന് തന്നെയാണ് നടക്കുക. രാവിലെ 6 മണിയോടെ മൃതദേഹങ്ങളെല്ലാം തന്നെ ആശുപത്രിയിൽ നിന്ന് വീടുകളിലെത്തിച്ചു. കുട്ടികളുടെ വീടുകളിൽ എന്തായാലും ബന്ധുക്കൾക്കും അതുപോലെ തന്നെ ഉറ്റ ബന്ധുക്കൾക്കും കുടുംബാംഗങ്ങൾക്കുമെല്ലാം കാണാനുള്ള അവസരം ഉണ്ടാകും. 2 മണിക്കൂറോളം ഇത്തരത്തിൽ അവിടെ വീടുകളിൽ പൊതുദർശനം ഉണ്ടായിരിക്കും എന്നാണ് പറയുന്നത്. ഇവർ പഠിച്ച സ്കൂളിൽ എന്തായാലും പൊതുദർശനം നടത്തുന്നില്ല. പകരം തൊട്ടടുത്തുള്ള കരിമ്പനക്കൽ ഹാളിൽ, തുപ്പനാടുള്ള കരിമ്പനക്കൽ ഹാളിൽ 4 പേരുടെയും മൃതദേഹം പൊതുദർശനത്തിന് വയ്ക്കും. ഏതാണ്ട് 2 മണിക്കൂർ അവിടെയും പൊതുദർശനം ഉണ്ടാകും. 10:30 പൊതുദർശനം അവസാനിപ്പിച്ച മൃതദേഹം അവിടെ നിന്ന് എടുക്കുകയും തുപ്പനാട് തന്നെ ജുമാ മസ്ജിദിൽ 4 പേരെയും ഒരുമിച്ച് ഖബർ അടക്കുകയും ചെയ്യും എന്നാണ് ഇപ്പോൾ പറയുന്ന വിവരം. എന്തായാലും വീടുകളിൽ 2 മണിക്കൂർ നേരം പൊതുദർശനമുണ്ടാകും. അതിനുശേഷം ഏതാണ്ട് 8:30 തുപ്പനാടുള്ള കരിമ്പനക്കൽ ഹാളിലേക്ക് കൊണ്ടുപോവുക. സ്കൂളിലെ വിദ്യാർത്ഥികളടക്കമുള്ളവർക്ക് ഇവിടെ പൊതുദർശനത്തിനുള്ള സൗകര്യമുണ്ടാകും. സ്കൂളിൽ എന്തായാലും പൊതുദർശനം നടത്തുന്നില്ല എന്നൊരു തീരുമാനമാണുള്ളത്. കരിമ്പനാട് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്ന് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ക്രിസ്മസ് പരീക്ഷകൾ നടക്കുന്ന സമയമാണ്. പക്ഷേ പരീക്ഷകൾക്കും ഇന്നൊരു ദിവസത്തേക്ക് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. അവർക്കുള്ള പരീക്ഷ പ്രത്യേകമായി മറ്റൊരു ദിവസം നടത്തും എന്ന് വിദ്യാഭ്യാസ ഡയറക്ടർ അറിയിച്ചിട്ടുണ്ട്. എന്തായാലും ഇത്തരത്തിൽ 4 പേരെ നഷ്ടപ്പെട്ട ഒരു ക്ലാസ്സിൻ്റെ ദുഃഖം നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ഒരുമിച്ച് ഒരേ ബെഞ്ചിലിരുന്ന് പഠിച്ച് ഒരുമിച്ച് പരീക്ഷ എഴുതി ഒരുമിച്ച് വെക്കേഷന് വേണ്ടി കാത്തിരുന്ന 4 പേർ ഇന്ന് തൊട്ടില്ല എന്നുള്ള ആ ഒരു തിരിച്ചറിവ് കുട്ടികളെ എന്തായാലും വലിയ രീതിയിൽ തന്നെ ബാധിക്കും. അതുകൊണ്ട് തന്നെ ഈ ഒരു അവസരത്തിൽ ഇത്തരത്തിൽ അവർക്ക് ഇന്ന് പരീക്ഷകളും മാറ്റിവെച്ചുകൊണ്ട് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. എന്തായാലും ഈ കുട്ടികൾക്ക് അടക്കമുള്ളവർക്ക് പൊതുദർശനത്തിനുള്ള സൗകര്യം ഇന്ന് ഈ തുപ്പനാട് ജുമാ മസ്ജിദ് തുപ്പനാട് കരിമ്പനക്കൽ ഹാളിൽ ഒരുക്കിയിട്ടുണ്ട്. 2 മണിക്കൂറായിരിക്കും പൊതുദർശനം ഉണ്ടാവുക. അതുപോലെ തന്നെ 8:30 മുതൽ തുപ്പനാട് കരിമ്പനക്കൽ ഹാളിൽ പൊതുദർശനം നടത്തിയ ശേഷമായിരിക്കും ഖബറടക്കത്തിനായി ജുമാ മസ്ജിദിലേക്ക് കൊണ്ടുപോവുക. എന്തായാലും 10:30 തന്നെ ഖബറടക്കം ഉണ്ടാവും. അധിക സമയം എന്തായാലും മൃതദേഹങ്ങൾ സൂക്ഷിക്കാൻ സാധ്യതയില്ല. ഇപ്പോൾ മൊബൈൽ ഫ്രീസറുകളിലൊക്കെ ആയാണ് മൃതദേഹങ്ങൾ വീട്ടിലേക്ക് എത്തിച്ചതും പൊതുദർശനത്തിന് വയ്ക്കുന്നതും. ഇന്നലെ വൈകിട്ട് ഏതാണ്ട് 3:45 ഈ ഒരു അപകടം നടന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ അപകടം നടന്ന ഏതാണ്ട് 12-ലധികം മണിക്കൂറുകൾ പിന്നിട്ട്, മരിച്ചിട്ട് 12 മണിക്കൂറുകളിലധികം പിന്നിട്ടതിനാൽ തന്നെ എത്രയും പെട്ടെന്ന് ഖബറടക്കം നടത്താനാണ് എന്തായാലും നോക്കുക. മരിച്ച 4 കുട്ടികളാണ് മരിച്ചിട്ടുള്ളത്. 4 പേരും കരിമ്പ അല്ലെങ്കിൽ പനയമ്പാടം സ്വദേശികൾ തന്നെയാണ്. പള്ളിപ്പുറം വീട്ടിൽ അബ്ദുൽ സലാം ഫാരിസ ദമ്പതികളുടെ മകളായ ഇർഫാന ഷെറിൻ, പട്ടേത്തൊടിയിൽ അബ്ദുൾ റഫീഖ് ജസീന ദമ്പതികളുടെ മകളായ റിദ ഫാത്തിമ, കവളങ്ങൽ ഹൗസിലെ അബ്ദുൾ സലീം നബീസ ദമ്പതികളുടെ മകൾ നിദ ഫാത്തിമ, അത്തിക്കൽ ഹൗസിലെ ഷറഫുദ്ദീൻ സജ്മ ദമ്പതികളുടെ മകൾ ഐഷ എന്നിവരാണ് മരിച്ച 4 വിദ്യാർത്ഥിനികൾ. ഇതിൽ മറ്റൊരു ദുഃഖകരമായ കാര്യം എന്ന് പറയുന്നത് ഇർഫാന ഷെറിൻ്റെ മരണം അല്ലെങ്കിൽ ഈ ഒരു അപകടം എന്ന് പറയുന്നത് ഇർഫാനയുടെ മാതാവിൻ്റെ കൺമുന്നിൽ വെച്ചായിരുന്നു എന്നുള്ളതാണ്. ഈ 4 കുട്ടികൾക്കൊപ്പം ഉണ്ടായിരുന്ന അജ്ന ഷെറിൻ എന്ന മറ്റൊരു പെൺകുട്ടി കൂടി ഉണ്ടായിരുന്നു. ഇവർ ഒരുമിച്ച് കടയിൽ നിന്ന് വൈകിട്ട് സാധനങ്ങളെല്ലാം വാങ്ങി ഉത്സാഹത്തോടു കൂടി നടന്നു പോവുകയായിരുന്നു. അതിനിടയിൽ അജ്ന ഷെറിൻ അല്പം പിന്നിലായി പോയിരുന്നു. അജ്നയുടെ മൊഴി പ്രകാരം അജ്ന പറഞ്ഞതനുസരിച്ച് കടയിൽ നിന്ന് സിപ്പപ്പും ഐസ് പോലുള്ള സാധനങ്ങളും വാങ്ങിയതിനാൽ അജ്ന ഷെറിൻ ഒരല്പം പിന്നിലായി പോയി. അതുകൊണ്ട് മാത്രമാണ് താൻ അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടത്. മാത്രമല്ല ഇർഫാന ഷെറിൻ്റെ മാതാവ് ഇർഫാനയെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നതിനായി വൈകുന്നേരം പരീക്ഷയായതിനാൽ തന്നെ പരീക്ഷ കഴിഞ്ഞ് ആശുപത്രിയിലേക്ക് പോകേണ്ടതുള്ളതുകൊണ്ട് ഇർഫാനയെ കൂട്ടിക്കൊണ്ടു പോകാനായി അവിടെ എത്തിയിരുന്നു.
വീട് വളരെ അടുത്തായതിനാൽ തന്നെ വീട്ടിൽ നിന്ന് ഈ പറയുന്ന അപകടമുണ്ടായ ആ ഒരു വളവിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. ഈ മാതാവിൻ്റെ മുന്നിൽ വെച്ചുകൊണ്ടാണ് ഈ സിമൻറ്റ് കയറ്റി വന്ന ലോറി ഈ കുട്ടികളുടെ ദേഹത്തേക്ക് പാഞ്ഞു കയറുന്നതും മറിഞ്ഞു വീഴുന്നതും. എന്തായാലും വളരെ വലിയ ഒരു ദാരുണമായ സംഭവം എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഒരു ദുരന്തത്തിൻ്റെ ഞെട്ടൽ മാറുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. അതും മറ്റൊരു വാഹനാപകടം തന്നെയായിരുന്നു. ആലപ്പുഴയിൽ 6 മെഡിക്കൽ വിദ്യാർത്ഥികളുടെ ജീവനെടുത്ത വാഹനാപകടം. അതിൻ്റെ നടുക്കത്തിൽ നിന്ന് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഞെട്ടലിൽ നിന്ന് കേരളം പൂർണ്ണമായും മാറി വരുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോഴാണ് വീണ്ടും മറ്റൊരു അപകട വാർത്ത കൂടി എത്തുന്നത്. എന്തായാലും ഇരു അപകടങ്ങളിലും മഴ ഒരു വില്ലനായിരുന്നു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഇവിടെ പറയുകയാണെങ്കിൽ ഈ ലോറി മറിയുന്ന ആ ഒരു വളവ് ഒരു ഇറക്കവും ഒരു വളവും കൂടി വരുന്നൊരു ഭാഗമാണ്. അവിടെ ഈ ഒരു മഴ കൂടി ഉണ്ടായിരുന്നത് കൊണ്ടാണ് ഈ ഒരു അപകടത്തിന് ഇത്രയധികം തീവ്രത വർദ്ധിച്ചത് എന്നാണ് നാട്ടുകാരടക്കമുള്ളവർ പറയുന്നത്. എന്തായാലും വളരെ വലിയ ഒരു തിരക്കുണ്ടായിരുന്ന സമയത്താണ് ഈ ഒരു അപകടം നടന്നത്. മറ്റ് നിരവധി വിദ്യാർത്ഥികൾക്ക് പരിക്കേറ്റിട്ടുണ്ട്. എന്തായാലും പരിക്കേറ്റ എല്ലാവർക്കും അടിയന്തര സഹായം നൽകുമെന്ന്, അതുപോലെ തന്നെ അടിയന്തര ചികിത്സയ്ക്കുള്ള ക്രമീകരണങ്ങളും സംവിധാനങ്ങളും ഏർപ്പെടുത്തുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അറിയിച്ചിട്ടുണ്ടായിരുന്നു. എന്തായാലും ഇത്തരത്തിൽ വൈകിട്ട് പരീക്ഷ കഴിഞ്ഞ് നടന്നു പോവുകയായിരുന്ന പെൺകുട്ടികൾക്കിടയിലേക്കാണ് ഈ ഒരു വാഹനം ഇരച്ചു കയറി വരുന്നത്. അപകടത്തിൽ ഒരുമിച്ച് പഠിച്ചിരുന്ന അല്ലെങ്കിൽ ഒരുമിച്ച് ഒരേ ക്ലാസ്സിൽ ഇരുന്നിരുന്ന ഉറ്റ സുഹൃത്തുക്കളായ 4 വിദ്യാർത്ഥികളാണ് ഇപ്പോൾ നാടിന് നഷ്ടപ്പെട്ടിരിക്കുന്നത്. ആദ്യം തച്ചമ്പാറ ഇസാഫ് ആശുപത്രിയിലേക്കാണ് മൂന്ന് അതീവ ഗുരുതരമായി പരിക്കേറ്റ 3 പേരെ കൊണ്ടുപോയിരുന്നത്. ഒരാളെ വട്ടമ്പലത്തുള്ള മദർ കെയർ ആശുപത്രിയിലേക്കാണ് കൊണ്ടുപോയത്. ഈ രണ്ട് ഡ്രൈവറും ക്ലീനറും അടങ്ങുന്ന പരിക്കേറ്റ 2 പേരും മദർ കെയർ ആശുപത്രിയിൽ തന്നെയായിരുന്നു. ആദ്യം തച്ചമ്പാറ ഇസാഫ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച 3 പേരുടെ മരണമാണ് സ്ഥിരീകരിച്ചത്. അതിനുശേഷമാണ് മറ്റൊരാൾ കൂടി ഉണ്ട് വട്ടമ്പലം മദർ കെയറിൽ പ്രവേശിപ്പിച്ച പെൺകുട്ടിയും മരിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യത്തിലൊരു സ്ഥിരീകരണം വരുന്നത്. ഇതോടുകൂടി നാടൊന്നാകെ കണ്ണീരിലായിരിക്കുകയായിരുന്നു. ഒരു നാട് ഉറങ്ങാതെ ആണ് ഇന്നലെ ഇരുന്നത്. ഈ 4 വിദ്യാർത്ഥിനികളുടെയും മൃതദേഹം വീടുകളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി ഈ ഒരു നാട് തന്നെ കാത്തിരിക്കുകയായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. ഇന്നലെ ആ ഒരു അപകടമുണ്ടായ ഒരു സമയം തൊട്ട് രക്ഷാപ്രവർത്തനത്തിനടക്കം മുന്നിൽ നിന്നതും അതിനുശേഷം വിദ്യാർത്ഥികളെ ആശുപത്രിയിൽ എത്തിച്ചതും എല്ലാം നാട്ടുകാർ തന്നെ ഇടപെട്ടുകൊണ്ടാണ്. ആ നാട്ടുകാരെല്ലാം തന്നെ ഈ ഒരു ദുരന്ത വാർത്തയിൽ വിറങ്ങലിച്ചിരിക്കുകയാണ്. ഒരു നാട് തന്നെ ഈ 4 പേരുടെ വിയോഗത്തിൽ വല്ലാതെ ആ ഒരു നടുക്കത്തിൽ വിറങ്ങലിച്ചിരിക്കുകയാണ്. എന്തായാലും പൊതുദർശനം ഇപ്പോൾ വീടുകളിൽ പൊതുദർശനം ആരംഭിച്ചിട്ടുണ്ട്. 4 പേരുടെയും വീടുകളിൽ പൊതുദർശനം ആരംഭിച്ചിട്ടുണ്ട്. ആദ്യം ഉറ്റ ബന്ധുക്കളും അതുപോലെ തന്നെ കുടുംബാംഗങ്ങളും വളരെ അടുത്ത വേണ്ടപ്പെട്ട ആളുകളുമാണ് ആദ്യഘട്ടത്തിൽ ഈ ഒരു പൊതുദർശനത്തിന് ഉണ്ടാവുക. അതിനുശേഷമായിരിക്കും ഒരുപക്ഷെ ചുറ്റുവട്ടത്തുള്ള ആളുകൾ, അയൽക്കാരടക്കമുള്ളവർ പൊതുദർശനത്തിനായി ഇവിടെ എത്തുക. 2 മണിക്കൂർ ഒരു 8:30 വീട്ടിലെ പൊതുദർശനം അവസാനിപ്പിച്ച് തുപ്പനാട് കരിമ്പനക്കൽ ഹാളിലേക്ക് ഈ 4 മൃതദേഹങ്ങളും മാറ്റും. അവിടെയാണ് നാട്ടുകാർക്ക് അടക്കമുള്ളവർക്കായി പൊതുദർശനം ഉണ്ടാവുക. 2 മണിക്കൂർ അവിടെയും പൊതുദർശനം ഉണ്ടാകും. അതിനുശേഷം 10:30 ഖബറടക്കം നടക്കും. തുപ്പനാട് ജുമാ മസ്ജിദിൽ 4 പേരും ഒരുമിച്ച് എല്ലാ ദിവസവും ഒരുമിച്ച് സ്കൂളിലേക്ക് പോയി വന്നിരുന്ന, ഒരുമിച്ച് സ്കൂൾ വിട്ട് വീട്ടിലേക്ക് മടങ്ങിയിരുന്ന, ഒരുമിച്ച് അവധി ദിവസങ്ങൾ ചിലവിട്ടിരുന്ന, ഒരുമിച്ച് സ്കൂളിലെ ഇടവേളകൾ ചിലവിട്ടിരുന്ന, അങ്ങനെ എല്ലാ കാര്യങ്ങളിലും ഒരുമിച്ചായിരുന്ന ആ 4 പേരും ഒരുമിച്ച് തന്നെ ഇന്ന് തുപ്പനാട് ജുമാ മസ്ജിദിൽ 10:30 മണ്ണിലേക്ക് മടങ്ങും. ആതിര. അതില്ല, ഇപ്പോൾ 4 വിദ്യാർത്ഥിനികളുടെയും വീടുകളിലാണ് പൊതുദർശനം. പിന്നീട് തുപ്പനാട് ജുമാ മസ്ജിദിൽ 10:30 കബറടക്കുന്നത്. കരിമ്പനക്കൽ ഓഡിറ്റോറിയത്തിലുള്ള പൊതുദർശനം നീളാനുള്ളൊരു സാധ്യതയുണ്ടോ? തങ്ങളുടെ സഹപാഠിയെ, കൂട്ടുകാരിയെ, ഉറ്റവരെ കാണാനായിട്ട്, ഒരു നോക്ക് കാണാനായിട്ട് ഇപ്പോഴും 1000 പേർ അവിടെ എത്തുന്നുണ്ടോ? അത് സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ്? ഇത്തരത്തിൽ ഒരു വലിയ
വലിയ രീതിയിലുള്ള ഒരു ദുരന്തമായതിനാൽ തന്നെ പൊതുദർശനം നീണ്ടുപോകാനുള്ള ഒരു സാധ്യത ഇപ്പോൾ തന്നെ ഉണ്ട്. അതുകൊണ്ടാണ് നേരത്തെ തന്നെ രാവിലെ തന്നെ ഈ ഒരു പൊതുദർശനം ആരംഭിച്ചത്. രാവിലെ 6 മണിക്ക് തന്നെ ഈ കുട്ടികളുടെ വീടുകളിൽ മൃതദേഹം എത്തിച്ചിരുന്നു. അപ്പോൾ മുതൽ പൊതുദർശനത്തിനുള്ള ഒരു സമയം ആണ്. ഇപ്പോൾ വീടുകളിൽ പൊതുദർശനം നടന്നുകൊണ്ടിരിക്കുകയാണ്. നേരത്തെ നമുക്ക് ലഭിക്കുന്ന ഒരു വിവരം അനുസരിച്ച് ഇപ്പോൾ ഈ കുട്ടികളുടെ വീടിന് ചുറ്റുമുള്ള നാട്ടുകാരും അതുപോലെ തന്നെ അയൽക്കാരടങ്ങുന്ന ആളുകളുമൊക്കെയാണ് ഇപ്പോൾ പൊതുദർശനത്തിന് എത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനുശേഷമായിട്ട് തുപ്പരാട് കരിമ്പനക്കൽ ഹാളിൽ ഈ ഒരു പൊതുദർശനം ഉണ്ടാവുക. അവിടെ എന്തായാലും പ്രതീക്ഷിക്കുന്നതിലും അധികം ആളുകൾ എത്തിച്ചേരാനുള്ള സാധ്യത ഉണ്ട്. പ്രത്യേകിച്ചും വളരെ ചെറിയ കുഞ്ഞു മക്കളാണ് പൊലിഞ്ഞു പോയിട്ടുള്ളത്. 8ാം ക്ലാസ് വിദ്യാർത്ഥിനികളാണ്. 13 വയസ്സ് മാത്രം പ്രായമുള്ള 4 പെൺകുട്ടികൾ. അതുകൊണ്ട് തന്നെ നാട്ടുകാരെല്ലാവരും തന്നെ അവരെ അവസാനമായി ഒരു നോക്ക് കാണാൻ ഒഴുകിയെത്തും എന്ന കാര്യം ഉറപ്പാണ്. മാത്രമല്ല കരിമ്പ ഹയർ സെക്കൻഡറി സ്കൂളിലെ മുഴുവൻ വിദ്യാർത്ഥികളും എന്തായാലും പൊതുദർശനത്തിന് ഉണ്ടാകും. ഈ ആയിരക്കണക്കിന് വിദ്യാർത്ഥികളും അതിന് പുറമെയാണ് നാട്ടുകാരും. അതുകൊണ്ട് തന്നെ കരിമ്പനക്കൽ ഹാളിലുള്ള പൊതുദർശനം 10:30 കഴിഞ്ഞും നീളാനുള്ള ഒരു സാധ്യത ഇപ്പോൾ തന്നെ പ്രവചിക്കുന്നുണ്ട്. എന്നാൽ അത്തരത്തിൽ പൊതുദർശനം ഒരുപാട് നേരം നീട്ടേണ്ടതില്ല എന്നാണ് ബന്ധുക്കളുടെയും അതുപോലെ തന്നെ മറ്റുള്ളവരുടെയും എല്ലാം തീരുമാനം. എത്രയും പെട്ടെന്ന് ഖബർ അടക്കണം എന്നാണ് ഇപ്പോഴത്തെ തീരുമാനം. അതുകൊണ്ട് തന്നെ ആളുകളുടെ ഒരു ബാഹുല്യം അല്ലെങ്കിൽ ആളുകളുടെ ഒരു തിക്കിത്തിരക്ക് പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ പോലും ഒരുപാട് സമയം പൊതുദർശനം നീണ്ടുപോകാൻ അനുവദിക്കില്ല എന്നൊരു തീരുമാനമാണ് ബന്ധുക്കളടക്കമുള്ളവർ പറയുന്നത്. വളരെ പെട്ടെന്ന് തന്നെ ഖബറടക്കം നടത്തണം എന്നുള്ള ഒരു രീതിയിലാണ് മുന്നോട്ട് പോകുന്നത്. എന്തായാലും നാട്ടുകാരെല്ലാവരും തന്നെ ഈ 4 പൊന്നോമനകളെ കാണാനായി എത്തും എന്നുള്ള കാര്യം ഉറപ്പാണ്. പ്രത്യേകിച്ചും ഇത്ര എല്ലാ വർഷങ്ങളായി എല്ലാ ദിവസവും ഒരേ വഴിയിലൂടെ ഒരുമിച്ച് പോയിരുന്ന 4 പേരാണ്. സാധാരണയായി ഇവർ ദേശീയപാത ഒഴിവാക്കി മറ്റൊരു വഴിയിലൂടെയാണ് പോകാറുണ്ടായിരുന്നത്. ഇപ്പോൾ ദേശീയപാതയിലെ നവീകരണ പ്രവർത്തികളെല്ലാം പൂർത്തിയാക്കിയ ശേഷം നവീകരിച്ച അല്ലെങ്കിൽ വലിയ വീതി കൂട്ടിയ ആ ഒരു പാതയിലൂടെ അവർ നടന്നു പോകാൻ തുടങ്ങിയിട്ട് ഏതാണ്ട് 1 വർഷമേ ആയിട്ടുള്ളൂ. ഹൈസ്കൂളിലെത്തിയതിനു ശേഷം വലിയ കുട്ടികളായി എന്നുള്ള ഹൈസ്കൂളിലെത്തിയതിനു ശേഷമാണ് അവർ ദേശീയപാതയിലൂടെ നടന്നു പോകാൻ ആരംഭിച്ചത് എന്ന് ബന്ധുക്കൾ പറയുകയുണ്ടായി. അതുകൊണ്ട് തന്നെ നാട്ടുകാരെല്ലാവരും ഇത്തരത്തിൽ ഇവരെ കാണാനായി എത്തും എന്നുള്ളത് ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ പൊതുദർശനം നീണ്ടുപോകാൻ തന്നെയാണ് സാധ്യത. അതുല്ല, ലോറി ഡ്രൈവർ ഇപ്പോൾ കസ്റ്റഡിയിലാണ്. ലോറി ഡ്രൈവർ ഇപ്പോഴും ആശുപത്രിയിൽ തന്നെയാണോ? അദ്ദേഹത്തിന്റെ ആരോഗ്യനില, പിന്നെ മൊഴിയെടുപ്പ് സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ്? അതിര നിലവിൽ ഈ സിമന്റ് ലോറിയെ ഇടിച്ച പാലക്കാട് നിന്ന് വരികയായിരുന്ന ഒരു ലോറിയാണ് സിമന്റ് കയറ്റി വന്ന ലോറിയെ ഇടിച്ചത്. ആ സിമന്റ് ലോറി മറിഞ്ഞാണ് അപകടമുണ്ടായത്. ആദ്യഘട്ടത്തിൽ ഈ ലോറി സിമന്റ് കയറ്റി വന്ന ലോറിയിലെ ഡ്രൈവറെയും ക്ലീനറെയുമാണ് പ്രതിയായി കണക്കാക്കിയിരുന്നത്. അവരുടെ അശ്രദ്ധ കൊണ്ട് ആണ് അപകടമുണ്ടായത് എന്നാണ് കരുതിയിരുന്നത്. എന്നാൽ പിന്നീട് നടത്തിയ പരിശോധനയിലാണ് മറ്റൊരു ലോറി എതിരെ വന്ന് ഇടിച്ചതായി കണ്ടെത്തിയത്. അതുകൊണ്ട് തന്നെ അപകടം അല്ലെങ്കിൽ അശ്രദ്ധ ഉണ്ടായത് എതിരെ വന്ന ലോറിയുടെ ഭാഗത്താണ് എന്ന് മനസ്സിലാക്കിയതിനെ തുടർന്നാണ് മഹാരാഷ്ട്ര രജിസ്ട്രേഷനിലുള്ള ആ ലോറിയുടെ ഡ്രൈവറെ കണ്ടുപിടിക്കുന്നത്. വണ്ടൂർ സ്വദേശിയായിട്ടുള്ള ഡ്രൈവറാണ് ആ മഹാരാഷ്ട്ര രജിസ്ട്രേഷനിലുള്ള ലോറി ഓടിച്ചിരുന്നത്. അയാൾക്കെതിരെയാണ് ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. അശ്രദ്ധയും അമിത വേഗതയുമാണ് അപകടത്തിന് കാരണം എന്നാണ് FIR-ൽ പറയുന്നത്. അവിടെ അതിന് പുറമെ സിമന്റ് ലോറിയുടെ ഡ്രൈവറെയും ക്ലീനറെയും ഇന്ന് വിശദമായി അവരുടെ മൊഴിയെടുക്കും. 2 പേരും ആശുപത്രിയിൽ തന്നെയാണ് ഉള്ളത്. ഇന്നലെ അവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചപ്പോൾ, മദർ കെയർ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചപ്പോൾ അവരിൽ നിന്ന് ലഭിച്ച മൊഴി എന്ന് പറയുന്നത്, മറ്റൊരു വാഹനത്തിന് സൈഡ് കൊടുക്കുമ്പോൾ ലോറി നിയന്ത്രണം വിട്ട് മറിയുകയായിരുന്നു എന്നാണ് അവരുടെ ആദ്യത്തെ മൊഴി ഉണ്ടായിരുന്നത്. എന്നാൽ പിന്നീട് മറ്റൊരു ലോറി ഇടിച്ച ശേഷം ഡ്രൈവർ ബ്രേക്ക് ചവിട്ടി ലോറി നിർത്താൻ ശ്രമിച്ചെങ്കിലും നിയന്ത്രണം വിട്ട് മറിയുകയായിരുന്നു എന്ന് വ്യക്തമാവുകയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ സിമന്റ് കയറ്റിയ ലോറിയിലെ ഡ്രൈവറെ ഇന്നലെ തന്നെ ചോദ്യം ചെയ്തിരുന്നു. ഇന്ന് മറ്റ് 2 പേരുടെയും വിശദമായ മൊഴി ആശുപത്രിയിൽ എത്തി തന്നെ സ്വീകരിക്കും. എന്തായാലും ഇവിടുത്തെ ട്രാഫിക് തൽക്കാലത്തേക്ക് നിയന്ത്രിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ
നിയന്ത്രണം വിടുന്നതിന് മുൻപ് എതിരെ വന്ന ലോറി ഇടിക്കാനുള്ള കാരണം എന്താണ് എന്ന കാര്യത്തിൽ പരിശോധന നടന്നു വരികയാണ്. മഴ പെയ്യുന്നത് കൊണ്ട് തന്നെ ഈ റോഡിന്റെ അശാസ്ത്രീയമായ നിർമ്മാണമാണ് അപകടത്തിന് കാരണമെന്നാണ്. ഈ റോഡിലെ പ്രശ്ന പരിഹാരത്തിന് കളക്ടറുടെ അധ്യക്ഷതയിൽ ഇന്ന് ചർച്ചയടക്കം നടത്തുന്നുണ്ട്. എപ്പോഴാണ് ഈ ചർച്ച? അതുപോലെ തന്നെ 55 അപകടങ്ങളാണ് ഇത്തരത്തിൽ ആ ഒരു പ്രദേശത്ത് ഉണ്ടായിട്ടുള്ളത്. സ്ഥലം MLA അടക്കം നിയമസഭയിലടക്കം സബ്മിഷനായിട്ട് ഈ വിഷയങ്ങളടക്കം ഉന്നയിച്ചതാണ്. ഇതുവരെ ഒരു പ്രശ്നത്തിനൊരു പരിഹാരം വരെ ഇതുവരെ കണ്ടിട്ടില്ല. തീർച്ചയായും മാതിര, വളരെ റോഡിന് വീതി കൂട്ടുക എന്നൊരു പ്രവൃത്തി മാത്രമാണ് ആകെ ചെയ്തിട്ടുള്ളത്. ദേശീയപാത ആയതുകൊണ്ട് തന്നെ വളരെ വീതിയുള്ള ഒരു റോഡാണ്. അതുകൊണ്ട് തന്നെ വാഹനങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ വേഗതയിലാണ് അതിലൂടെ കടന്നു പോകുന്നത്. ഈ അപകടമുണ്ടായ സ്ഥലത്ത് ആ ഒരു വളവിൽ ഒരു അപകടങ്ങൾക്ക് പ്രതിരോധമായി ആകെ അധികൃതർ സ്വീകരിച്ച ഏക നടപടി എന്ന് പറയുന്നത് ഒരു സ്പീഡ് ബ്രേക്കർ സ്ഥാപിച്ചത് മാത്രമാണ്. വളരെ ചെറിയ ഒരു ഹമ്പ് സ്ഥാപിച്ചത് മാത്രമാണ് അവിടെ ഏക അപകടത്തെ പ്രതിരോധിക്കാനുള്ള ഒരേ ഒരു മാർഗം എന്ന് പറയുന്നത്. പക്ഷെ എന്നാൽ ഇത്തരത്തിൽ വലിയ ലോറി പോലെയുള്ള വലിയ വാഹനങ്ങളെ സംബന്ധിച്ചിടത്തോളം ആ സ്പീഡ് ബ്രേക്കർ ഒരു ഉപാധിയെ അല്ല എന്നുള്ളതാണ്. ഇത്തരത്തിൽ വലിയ ഭാരം കയറ്റി വരുന്ന വലിയ വാഹനങ്ങളെ സംബന്ധിച്ചിടത്തോളം ആ സ്പീഡ് ബ്രേക്കർ ഒന്നുമല്ല. വളരെ എളുപ്പത്തിൽ അനായാസം ആ സ്പീഡ് ബ്രേക്കറിനെ എല്ലാം കുതിച്ച് കടന്നു പോകാൻ ലോറികൾക്ക് കഴിയും. അപ്പോൾ അത്തരത്തിലുള്ള ഹെവി വെഹിക്കിൾ അല്ലെങ്കിൽ വലിയ വാഹനങ്ങളെ നിയന്ത്രിക്കുന്നതിനാവശ്യമായ സ്പീഡ് ബ്രേക്കർ അല്ലെങ്കിൽ അത്രയ്ക്ക് വലിയ ഒരു സ്പീഡ് ബ്രേക്കറോ ട്രാഫിക് നിയന്ത്രിക്കാനുള്ള മറ്റ് സംവിധാനങ്ങളോ അവിടെ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ റോഡ് നിർമ്മാണത്തിലെ അശാസ്ത്രീയത ഏറെ കാലമായി അവിടുത്തെ ജനങ്ങൾ ഉന്നയിച്ചു വരുന്ന ഒരു ആവശ്യമാണ്. മുൻപും ഇത്തരത്തിൽ ഇവിടെ ആതിര സൂചിപ്പിച്ചതുപോലെ നാളിതുവരെയായി 55-ലധികം അപകടങ്ങൾ ഈ വളവിൽ മാത്രം നടന്നിട്ടുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട പോരായ്മയായി ചൂണ്ടിക്കാണിക്കുന്നത് ഈ വളവിനോടൊപ്പം തന്നെ ഒരു പാലക്കാട് ഭാഗത്ത് നിന്ന് ഉള്ള ഒരു ഇറക്കമാണ്. ആ ഇറക്കം നേരെ വന്നെത്തുന്നത് ഈ ഒരു വളവിലേക്കാണ്. അതുകൊണ്ട് തന്നെ മഴ കൂടി പെയ്യുന്ന സമയത്ത് ഹൈഡ്രോപ്ലെയിനിങ്, അതായത് റോഡ് വളരെയധികം മിനുസമേറിയ റോഡാണ്, തീരെ ഘർഷണമില്ലാത്ത ഒരു റോഡ് കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഹൈഡ്രോപ്ലെയിനിങ്ങിനും സാധ്യത കൂടുതലുള്ള ഇടമാണ്. അതുകൊണ്ട് തന്നെ ഈ വളവും ഇറക്കവും ഒരുമിച്ച് വരുമ്പോൾ പലപ്പോഴും അമിത വേഗതയിലല്ലാത്ത വണ്ടികൾ പോലും അപകടത്തിൽ പെടാറുണ്ട് എന്നാണ് നാട്ടുകാർ പറയുന്നത്. വാഹനാപകടത്തിൽ മരിച്ച വിദ്യാർത്ഥികൾക്ക് വിട ചൊല്ലാൻ ഒരുങ്ങി നാട്. കരിമ്പ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളായ ആയിഷ, റിദ ഫാത്തിമ, ഇർഫാന ഷെറിൻ, നിദ ഫാത്തിമ എന്നിവരുടെ മൃതദേഹം കരിമ്പനക്കൽ ഓഡിറ്റോറിയത്തിൽ പൊതുദർശനത്തിന് വയ്ക്കും. ഇപ്പോൾ 4 വിദ്യാർത്ഥികളുടെയും മൃതദേഹം വീടുകളിലാണ് പൊതുദർശനത്തിനുള്ളത്. തുപ്പനാട് ജുമാ മസ്ജിദിൽ 10:30-ഓടെയാണ് ഖബറടക്കം നടക്കുക.